ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു സാവധാന വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച സാവധാനയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരുന്ന സവാള സാവധാന വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, പിന്നീട് ഞാൻ വെന്ത് ഉടച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് അതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് അതിന് പിന്നീട് അതിലേക്ക് കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നീട് കുറച്ച് നാരങ്ങാനീരും അരമുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രിസ്പിയായ വടയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദാമാവ് കൂടി ചേർക്കുന്നുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് കൂടെ ചേർത്തിട്ട് കുറച്ച് മൈദാമാവ് അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി നമ്മൾ ചേർത്തുകൊണ്ട് പിന്നീട് ഞാൻ വടയുടെ പരുവത്തിൽ പരത്തിയെടുത്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. നമുക്ക് ചായക്ക് വൈകിട്ട് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.